നമസ്കാരം. അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് നടൻ മോഹൻലാൽ. ഇവരുടെ ഈ സൗഹൃദത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സുനിൽ പരമേശ്വരൻ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു, സ്വാമി, മോഹൻലാൽ കുത്തുപാള എടുക്കുമല്ലേ എന്ന്. യാതൊരു മടിയുമില്ലാതെയായിരുന്നു ആ ചോദ്യം. അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ എന്ന്, അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എന്ന്. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, മോഹൻലാലിന്റെ പണം മുഴുവൻ മരിച്ച CJ റോയിയുടെ കയ്യിലായിരുന്നുവെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം. റോയിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അദ്ദേഹം റോയിക്ക് കൊടുത്തു കാണും. അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും മോഹൻലാലിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. ഇതുപോലെ 1000 റോയിമാർ വിശ്വാസ വഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുപാള എടുക്കില്ല. ആന്റണി പെരുമ്പാവൂർ വരുന്നതിന് മുൻപുള്ള ഒരു നല്ല പീരീഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചെക്കുകൾ ധാരാളമുണ്ട്. അതിനു മുകളിൽ തലയണ വെച്ച് കിടക്കാമെന്ന് തമാശ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലല്ലോ. അതേസമയം ദിലീപ് എന്ന് പറയുന്ന നടൻ ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു. ദിനേശ് പണിക്കർ ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. ഒരു ദിവസവും അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടില്ലേ? മോഹൻലാൽ അതിന് പോയിട്ടില്ലല്ലോ. മോഹൻലാലിന്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല, ആ മനസ്സിന്റെ ആസ്തി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിന്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുമ്പിലോട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ. സിനിമയൊക്കെ എന്നോ മടുത്തു പോയ ആളാണ് മോഹൻലാൽ. ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ച് പിന്നെ സംവിധായകന്റെ ദൃശ്യങ്ങൾക്കനുസരിച്ച് അഭിനയിച്ചു. ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും എന്നും അദ്ദേഹത്തിന്റെ കാര്യമല്ല. കർമ്മം അദ്ദേഹം ഭംഗിയായി 100% ചെയ്തു പോയി. രാവിലെ 4 മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേ ദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംവിധായകൻ P. ശ്രീകുമാർ സർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് 5 മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മോഹൻലാൽ 5 മണിക്ക് അവിടെ കാണുമെന്ന്. അദ്ദേഹം കസേരയിലിരുന്ന് ഉറങ്ങും. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും, മേക്കപ്പ് ചെയ്യും. പക്ഷേ ക്യാമറയുടെ മുൻപിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായി മാറും. ആരൊക്കെ ഇതൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് തകരില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൊച്ചിയിലെത്തും. കമ്പനിയുടെ നിക്ഷേപകരുടെയും റോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി കർണാടക പോലീസ് രേഖപ്പെടുത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് സംഘം എത്തുന്നത്. ഇക്കൂട്ടത്തിൽ മോഹൻലാലിനെയും ചോദ്യം ചെയ്യും എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ നിറയുന്നത്.